ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വലിയൊരു നേട്ടമൊക്കെ മാർക്കറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഒന്ന് ഇന്നലത്തെ പ്രൊഫൈലിന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. നമ്മുടെ ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങിയതിന് ശേഷം ആശാൻ എന്ത് ചെയ്തു, നമ്മുടെ റെഫറൻസ് ലെവലൊക്കെ കട്ട് ചെയ്ത് നിഫ്റ്റി പൊട്ടി താഴേക്ക് വന്നു. ഇന്ന് മോർണിംഗിൽ നമ്മുടെ ബെയറിഷ് റെഫറൻസ് മോർണിംഗിൽ ഒരു ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നായിരുന്നു. അവിടുന്ന് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് തന്ന് ഏകദേശം പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ തന്നെ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തു മാർക്കറ്റ് തന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മളെ സ്പോട്ട് മാർക്കറ്റിൽ, ഞാനിപ്പോൾ കാണിച്ച ഫ്യൂച്ചേഴ്സിന്റെ മാർക്കറ്റ് ആയിരുന്നു. സ്പോട്ട് മാർക്കറ്റിൽ മാർക്കറ്റ് ആക്ച്വലി ഇന്ന് ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തത്. തിരിച്ച് താഴേക്ക് ഇറങ്ങി ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പം എന്ത് ചെയ്തു, പയ്യെ വേറെ റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റിനെ അടുപ്പിച്ച് വരെ നിന്ന് മാർക്കറ്റ് ക്ലോസ് ആയ ദിവസമായിരുന്നു ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചത്. ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ഏകദേശം പറഞ്ഞാൽ ഇപ്പൊ കാലത്ത് ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് തന്നു, തിരിച്ച് വീണ്ടും കയറി ബെയറിഷ് റെഫറൻസ് പൊട്ടി അവിടെ നിന്ന് മുകളിൽ നിന്ന് തിരിച്ച് വീണ്ടും ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് തന്ന ദിവസമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. മിഡ് ക്യാപ്പ് നോക്കിയാലും ബെയറിഷ് റെഫറൻസ് പൊട്ടി ആദ്യമേ തന്നെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തിരിച്ച് വീണ്ടും ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക് പോയി അവിടെ വെച്ച് മാർക്കറ്റ് കയറി അവിടെ നിന്ന് വീണ്ടും പൊട്ടി താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് തന്ന ദിവസം. അപ്പൊ ചുരുക്കി പറയുന്നത് നമ്മളെ റെഫറൻസ് ലെവലിന്റെ പ്രകാരം നമുക്ക് നോക്കിയാൽ നമ്മുടെ ബെയറിഷിന്റെ ലെവൽസ് പൊട്ടിയിട്ടുള്ള ടാർഗറ്റ് കിട്ടിയിട്ടുള്ള ദിവസമായിരുന്നു നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ. നിങ്ങളിനി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇനി നോക്കേണ്ടത് മാർക്കറ്റ് സ്ട്രക്ചർ ബേസിൽ എങ്ങനെ പോകുന്നു, നാളത്തേക്കുള്ള മാർക്കറ്റ് സ്റ്റഡി എന്തൊക്കെയാണെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ടിരിക്കാം. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ, ഇന്നലത്തെ സ്പൈക്കിന്റെ ആ ഒരു എല്ലിന്റെ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്തൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്നൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ട്രെൻഡിങ് ഡൗൺ സ്ട്രക്ചർ ഒന്നും എനിക്കില്ല, ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. 23,539 ഭാഗത്തേക്കാണ് നിഫ്റ്റിയുടെ പി ഒ. 23,539, 23,539 ഭാഗത്തേക്കാണ് നിഫ്റ്റിയുടെ പി ഒസ് നിൽക്കുന്നത്. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ബെയറിഷ് റെഫറൻസുകൾ എവിടെയായിരിക്കണം, താഴേക്ക് എവിടെ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇനി ഞാൻ പറയുകയാണെങ്കിൽ 23,345, ഞാൻ ഇനി എടുക്കുന്നത് 23,300 പൊട്ടിയാൽ മാത്രമേ ഞാൻ സ്പോട്ടിൽ സെല്ലിങ് 23,300 പൊട്ടിയാൽ മാത്രമേ ഞാൻ ഇനി ബെയറിഷ് റെഫറൻസ്, ഇവിടെ നിന്നൊരു 10-70 പോയിന്റ് ഗ്യാപ്പ് കിടപ്പുണ്ട്, അത് നല്ലതാണ് ആ ഗ്യാപ്പ്, അത് പൊട്ടിയാൽ മാത്രമേ ഞാൻ ട്രേഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, അതായത് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പം ഫസ്റ്റ് ടാർഗറ്റ് എവിടെയായിരിക്കും, 23,250 ഭാഗത്തേക്ക് വരും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഏരിയ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 23,250, അതിന് താഴെ 23,200, ഈ ഒരു ഏരിയ 23,200, സെക്കൻഡ് ടാർഗറ്റ് 23,200, 23,200 ഭാഗത്തേക്കും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,200 പൊട്ടുകയാണെങ്കിൽ പിന്നെ ഈ ഗ്യാപ്പിന്റെ ഭാഗത്ത് 23,120, എത്രയാണ്, 23,120 ഭാഗത്ത് 23,120 ഭാഗത്ത്. അപ്പൊ 23,200 പൊട്ടിയാൽ നല്ലൊരു സെല്ലിംഗ് താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് കൃത്യമായിട്ട് മാർക്കറ്റിൽ കൂടുതൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 23,300 ലക്ഷ്മണ രേഖയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന സമയത്ത് ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പേ ഇറാൻ പറഞ്ഞു നോ ഡീൽ അമേരിക്ക എന്ന്. കാരണം അതുകൂടാതെ ഹോർമിസും പിന്നെ വേറെ ഏതോ ഒരു ചെറിയൊരു കടലിന്റെ കൊണ്ടായിരുന്നു, അത് എനിക്ക് അറിഞ്ഞൂടാ ഇത്തരം കാലത്തുണ്ടാക്കി. ആ ഒരു കടലെടുക്കും അങ്ങേര് ക്ലോസ്, അങ്ങനെയല്ല, ഇറാൻ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ക്രൂഡിന്റെ പ്രൈസ് ചടടേന്ന് 8.5% മാർക്കറ്റിൽ കയറി കഴിഞ്ഞു. അപ്പം പൊതുവെ മാർക്കറ്റ് എന്താണ്, ആളുടെ ക്രൂഡ് ഇറങ്ങിയ സമയത്തുള്ള എഫക്റ്റ് ഒന്നും നമ്മുടെ മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല. ഇപ്പൊ കയറി തിരിച്ച് 9,000 ഭാഗത്തൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഹെവി സെല്ലിംഗ് ആണ്. ഞാൻ ഈ പറയുന്ന സമയം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഗിഫ്റ്റ് നിഫ്റ്റി 23,341 ഭാഗത്താണ്. ചുരുക്കി പറഞ്ഞാൽ 120 പോയിന്റുള്ള ഗ്യാപ്പിന്റെ ഒരു പ്രതീതിയുടെ മാർക്കറ്റ് നിൽക്കുന്നത്. 23,300 പൊട്ടിയാൽ മാർക്കറ്റ് 23,000 വരെ, അതായത് ഈ ഒരു നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഈ ഒരു ഗ്യാപ്പ് കണ്ടല്ലോ, 23,000 വരാള, അതല്ല 22,946, 23,000 ആ ഭാഗത്തൊക്കെ നിഫ്റ്റി വരെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ 23,300 പൊട്ടാതെ മാർക്കറ്റ് നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇനി 23,000 ബുള്ളിഷ് റെഫറൻസ് എവിടെ ആയിരിക്കും, ഇനി
23,620 പൊട്ടിയാൽ നമ്മൾ ബൈയിങ് എടുക്കുക. അത്ര 23,620 പൊട്ടിയാൽ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. ആ ബൈയിങ് ഫസ്റ്റ് എങ്ങോട്ട് പോകും? ഫസ്റ്റ് 23,670 ഭാഗത്ത്, എത്ര ഇന്നത്തെ ഓപ്പൺ പ്രൈസ് 23,670 ഭാഗത്തേക്ക് വരും. ഫസ്റ്റ് അവിടെ ആയിരിക്കും വരുന്നത്. സെക്കൻഡ് 23,730 ഭാഗത്തേക്ക്, 23,730 ഭാഗത്തേക്ക് വരാനും, അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 23,800, അതാണ് 23,800 ഭാഗത്തേക്ക്, 23,800 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ. അപ്പൊ ഇതാണ് R3 എന്ന് പറയുന്നത്. 23,700, 23,800 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അതാണ് നിഫ്റ്റിയുടെ അപ്വേർഡ് റെഫറൻസ് ലെവലിൽ പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 23,620 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷിലോട്ട് പോകും. 23,300 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ബെയറിഷിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇതാണ് എനിക്ക് ഓവറോൾ ട്രെൻഡ് മാർക്കറ്റ് സ്ട്രക്ചറിൽ പറയാനുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ബാങ്ക് നിഫ്റ്റി 53,600 ഭാഗത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ആശാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 53,945, 53,945 ഭാഗത്തേക്കാണ് POC. ഞാനത് മാർക്ക് ചെയ്ത് വെച്ചത് 53,945. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇനി ഈ ഒരു വാല്യൂ കണ്ടോ, 53,420 പൊട്ടിയാൽ മാത്രമേ സെല്ലിങ് ഉള്ളൂ. എത്രയാണ്? 53,420 പൊട്ടിയാൽ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഫസ്റ്റ് 53,236 ഭാഗത്തേക്ക് വരാം ഫസ്റ്റ്. സെക്കൻഡ് ടാർഗറ്റ് 53,000 എന്നുള്ള റൗണ്ട് നമ്പർ 53,000 എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയയുടെ ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് ഈ ഒരു ലോവർ ലെവൽ 52,824, എത്രയാണ്? 52,824 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 53,420 പൊട്ടയാണെങ്കിൽ ഈ സെല്ലിംഗ് ഒക്കെ സ്ട്രക്ചർ ചെയ്ത് താഴേക്ക് വന്ന് 53,236, 53,000, 52,824 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 54,180 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. അത്രയാണ് 54,180 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരും? 54,350 ഭാഗത്തേക്ക്, 54,350 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് നമ്മുടെ 54,546, അത്രയാണ് 54,546, 54,546. R2 എന്ന് പറയുന്നത് R2 54,546, 54,546 ഭാഗത്തേക്ക് വരാനും, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ R3 എന്ന് പറയുമ്പോൾ 54,743, എത്രയാണ്? 54,743 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ്. അപ്പൊ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ അപ്സൈഡ് റെഫറൻസ് ലെവലുകൾ ഇതായിരിക്കും വരാൻ പോകുന്നത്. അപ്പം ഇത് ഈ 54,180 പൊട്ടയാണെങ്കിൽ മാർക്കറ്റിൽ ബുള്ളിഷ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് 54,743 വരെ പോകാനും, 53,420 പൊട്ടയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി 52,824 വരെ വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പൊതുവെ കൂടുതലായിരിക്കും. ഇതാണ് ഒരു റെഫറൻസ് ലെവൽ പ്രകാരമുള്ള ട്രേഡ് സെറ്റപ്പ്. ഇനി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ഇതിന്റെ ഓപ്പൺ ടൈപ്പും ഡേ ടൈപ്പ് സ്ട്രക്ചർ എല്ലാം ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ പറയുന്നതാണ്. മിഡ് ക്യാപ്പ് ഒരു പെർഫെക്റ്റ് ഒരു ചെറിയൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ടൈപ്പ് PB ഷേപ്ഡ് പ്രൊഫൈലാണ്. 14,359 ഭാഗത്താണ് POC, 14,359 ഭാഗത്താണ് POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് 14,220 പൊട്ടിയാലേ മാത്രമേ ഇനി സെല്ലിംഗ് ഉള്ളൂ. അതാണ് 14,200 പൊട്ടിയാൽ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 14,155. ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 14,155 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 14,106, എത്രയാണ്? S2 എന്ന് പറയുമ്പോൾ 14,106 ഭാഗത്തേക്ക് വരാനും, തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,068, എത്രയാണ്? 14,068. ഇതായിരിക്കും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ള താഴേക്കുള്ള റെഫറൻസ് ലെവൽ. അപ്പൊ 14,200 പൊട്ടിയാൽ മാത്രമേ സെല്ലിംഗ് ഉള്ളൂ. അത് 14,155, 106, 14,062 ഭാഗത്തേക്ക് വരാം. ഇനി 14,428 കട്ട് ചെയ്യണമെങ്കിൽ മാർക്കറ്റിന്റെ ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,490, എത്രയാണ്? 14,490, 14,490 ഭാഗത്ത് വരും. ഫസ്റ്റ് അവിടെ ആയിരിക്കും വരുന്നത്.
സെക്കൻഡ് 14,530 എത്ര 560 14,560 ഭാഗത്തേക്കും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 14,600 എന്ന് പറഞ്ഞ ഭാഗത്ത്. ഇതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ള ഓവറോൾ സ്ട്രക്ചർ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക, ട്രംപിന്റെ സംസാരം ഇനി എങ്ങനെ ആയിരിക്കും അനുസരിച്ചിരിക്കും നമ്മുടെ മാർക്കറ്റുകൾ ലോകത്ത് പോകുന്നത്, ഓയിലിന്റെ പ്രൈസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറുന്നത്. ഇനി ട്രംപ് എന്ത് ഡിസൈഡ് ചെയ്യും? ഇറാൻ നോ ഡീല് പറഞ്ഞിട്ടുണ്ട്. ഇനി ട്രംപ് എന്ത് തീരുമാനിക്കുന്ന അനുസരിച്ചായിരിക്കും പൊതുവെയുള്ള മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഒക്കെ വരാൻ പോകുന്നത്. നാളെ ഈ കൃത്യമായിട്ട് ലെവൽസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനവും പെടുന്നത്. ഓവറോൾ സ്ട്രക്ചർ അങ്ങനെയായിരിക്കും മാർക്കറ്റിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. ഇപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാം, ബാങ്കിന് മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. നിഫ്റ്റിയും ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. 53,000 ബാങ്ക് നിഫ്റ്റിക്ക്, 14,000 മിഡ് ക്യാപ്പിനും 23,300 നിഫ്റ്റിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എത്രയും പൊട്ടുകയാണെങ്കിൽ ഹെവി സെല്ലിംഗ് വരാനുള്ള ചാൻസ് മാർക്കറ്റിൽ വളരെയധികം കൂടുതലാണ്. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.